My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ യൂട്യൂബ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 117-ാമത്തെ എപ്പിസോഡിലാണ് എത്തി നിൽക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ ബ്രയോണി എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ബ്രയോണിയുടെ ചില ടിപ്പിക്കൽ കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടായേക്കാവുന്ന ചില സന്ദർഭങ്ങളിൽ എങ്ങനെ കമോമില്ല, ആഴ്സനിക്ക് തുടങ്ങിയ ഔഷധങ്ങളുമായി എങ്ങനെ ഒരു ബ്രയോണിയ പേഷ്യൻറ്റിനെ ഇൻഡിവിജ്വലൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് കെൻ്റ് വളരെ ശ്രദ്ധേയമായ ചില സൂചനകൾ തരുന്നുണ്ട്. അതുപോലെ ബ്രയോണിയയുടെ കീനോട്ടെന്ന് പറയപ്പെടുന്ന ഒരു ലക്ഷണം അത് എത്രത്തോളം റിലയബിളാണ് എന്നതിനെക്കുറിച്ചുള്ള ചില സംശയങ്ങളും കെൻ്റിയോട് ഉന്നയിക്കുന്നുണ്ട്. അത് ഹോമിയോപ്പതി ചികിത്സയുടെ പൊതുവായ ചില പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ചില നിരീക്ഷണങ്ങളും കെൻ്റ് ഇവിടെ നടത്തുന്നതൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇൻ റൊമാറ്റിക് കംപ്ലൈൻസ്, ഇൻ ന്യൂമോണിയ ആൻഡ് ഇൻ ടൈഫോയിഡ് കണ്ടീഷൻസ്, when he is aroused from the stage of stupefaction, he is confused, sees images, thinks he is away from home and wants to be taken home. ബ്രയോണിയുടെ വളരെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ വളരെ രസകരമായ ഒരു മാനിഫെസ്റ്റേഷനാണ് ഇവിടെ പറയുന്നത്. ന്യൂമോണിയയുടെയും ടൈഫോയിഡിൻ്റെയുമായിട്ടുള്ള കണ്ടീഷനിൽ രോഗി ഒരു മാന്ദ്യത്തിൻ്റേതായിട്ടൊരു അവസ്ഥ അത് കഴിയുമ്പോൾ ഒരു ഘട്ടത്തിൽ അതിൽ നിന്നും ഉണർവുണ്ടാകുന്നു. ഉണർവുണ്ടാകുമ്പോൾ ആ വ്യക്തി അയാളുടെ ഭവനത്തിൽ തന്നെയായിരിക്കാം, അയാളുടെ കിടപ്പുമുറിയിൽ തന്നെയായിരിക്കാം, പക്ഷേ അയാൾ ചിന്തിക്കുന്നത് വീട്ടിൽ നിന്ന് വളരെ അകലെയാണെന്നാണ്. എന്നിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയുന്നു. അത് സ്വന്തം വീട്ടിൽ നിന്നും പറയാം, പുറത്തു നിന്നും അങ്ങനെ പറയാം. ഈ ഒരു ലക്ഷണം ഇത് ബ്രയോണിയൊക്കെ വായിച്ച് സാമാന്യം ഭംഗിയായിട്ട് വായിച്ചൊരു സമയത്ത് 90-കളുടെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷേണായിയുടെ വീട്ടിലാണ് ട്രീറ്റ്മെൻറ്റ്. വീട്ടിലൊരു ദിവസം എനിക്കൊരു സമയം കിട്ടുമ്പോൾ ഞാൻ അവിടെ പോയിരിക്കും, കേസുകളൊക്കെ സംസാരിക്കുകയും മറ്റൊക്കെ ചെയ്യും. അങ്ങനെ ഞാനവിടെ പുറത്ത് വരാന്തയിലിരിക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാൾ ഇതിന് മകളുമായിട്ടൊരു 8-9 വയസ്സ് പ്രായമുള്ള മകളുമായിട്ട് വന്നു. എടുത്തുകൊണ്ടാണ് വന്നത്. തീരെ സുഖമില്ല. തലേന്ന് രാത്രിയൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. കടുത്ത പനിയും തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്തടുത്തിരിക്കുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുകയും. അപ്പോൾ ഈ കുട്ടി ഒരു മയക്കത്തിലോ ഉറക്കത്തിലോ ആണ്. കുട്ടി ഇടയ്ക്ക് ഉണർന്നു കഴിഞ്ഞപ്പോൾ അപ്പം നമുക്ക് വീട്ടിൽ പോകാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് മരുന്ന് വാങ്ങിയിട്ട് പോകാം. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അങ്ങനെ 2-3 തവണ ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ഓർമ്മ വന്നു, ഈ കുട്ടിയുടെ കിടപ്പ് മറ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അപ്പോഴത്തെ പേഷ്യൻ്റ് ഇറങ്ങിയിട്ട് ഇവർ കയറുന്ന സമയത്ത് ഞാൻ ചേംബറിൻ്റെ പിന്നിലൂടെ കയറിയിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇങ്ങനെ കുട്ടിയുടെ സംസാരം ഇങ്ങനെയുണ്ട്, അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കണ്ടു, കൺസൾട്ട് ചെയ്ത് ഇറങ്ങി പോകാൻ നേരത്ത് പോയ ശേഷം ഞാൻ ചോദിച്ചു എന്താണ് കുട്ടിയുടെ അവസ്ഥ ചോദിച്ചു. ഇപ്പോൾ കേസ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അത് ബ്രയോണി തന്നെയാണ്. ഈ പറച്ചിൽ വീട്ടിൽ വെച്ചും ഉണ്ടായിരുന്നു. വീട്ടിൽ വെച്ചും രാത്രിയൊക്കെ ഉണ്ടായിരുന്നു. ഉറക്കത്തിനിടയ്ക്ക് എഴുന്നേക്കുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയണം. ബ്രയോണി തന്നെ കൊടുത്ത് വീട്ടിൽ കുട്ടിയെ കൊണ്ടുപോയി കിടത്തിയ ശേഷം ഒരു ഡോസ് കൊടുക്കാൻ പറഞ്ഞ് വിട്ടതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ റിവ്യൂവിന് വരും അവർ അവിടെ തന്നെ സ്ഥിരമായിട്ട് ഷേണായുടെ അടുത്ത് തന്നെ വരുന്ന കേസാണ്. പക്ഷെ എനിക്കത്രയും കാത്തിരിക്കാനുള്ള ക്ഷമയില്ലായിട്ട് ഞാനന്ന് വൈകുന്നേരം ഇവരുടെ ആ പ്രദേശത്ത് ഞങ്ങളവിടെ നിന്നൊരു 2-3 കിലോമീറ്റർ ദൂരെ വേമ്പനാട്ട് കായലിലൊരു തുരുത്തിലാണ് ഇവരുടെ വീട്. ഒരു 10-50 കുടുംബങ്ങളുള്ളൊരു തുരുത്താണത്. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നു ഈ കുട്ടിയുടെ കാര്യം അന്വേഷിക്കുക. സന്ധ്യയപ്പോഴാണ് ചെന്നത്. ഞാൻ ചെല്ലുമ്പോൾ ഒരു കായലിലൂടെയുള്ളൊരു വരമ്പിലൂടെ നടന്നു വേണം പോകാൻ. പോയപ്പോഴേക്കും ഇടയ്ക്കൊരു സ്ഥലത്ത് കുറച്ച് കുട്ടികൾ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവളും ആ കൂട്ടത്തിലുണ്ട്. 4-5 കുട്ടികൾ കൂടി ഈ ചെറിയ കോരുവല എന്ന് പറയും, ഇങ്ങനെ വല ഇങ്ങനെ വെച്ചിട്ട് 4 മൂലക്കും കയറ് കെട്ടി പിടിച്ചിട്ട് മീനുകൾ വരുമ്പോൾ
ഉയർത്തിയെടുക്കും. മീനും ഞണ്ട് ഒക്കെ കിട്ടും. അപ്പോൾ ഈ കുട്ടി ഞാൻ നെറ്റിക്ക് പിടിച്ച് നോക്കി, പനിയൊന്നുമില്ല, എങ്ങനെയുള്ളൂ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ പോയില്ല, തിരിച്ചു പോന്നു. 4-5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് റിവ്യൂവിന് വന്നു, സുഖപ്പെട്ടു പോയി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു പറയുന്നൊരു കണ്ടീഷൻ എനിക്കങ്ങനെ നേരിൽ കാണാൻ അതിൻ്റെ ഒരു ബ്രയോണിയുടെ ആ ഒരു ആക്ഷൻ മനസ്സിലാക്കാനും ഉള്ളൊരു അവസരം എനിക്കുണ്ടായി. സംടൈംസ് ഹി വിൽ ലൈ ആൻഡ് സേ നത്തിങ് ബട്ട് ദാറ്റ് ഹി വാണ്ട്സ് ടു ഗോ ഹോം. ചിലപ്പോൾ കിടന്നുകൊണ്ട് ആരോഗ്യം വേറൊന്നും പറയില്ല, വേറൊരു കാര്യം പറയില്ല, ആകെ പറയുന്നതാണ് വീട്ടിൽ പോകണം എന്നുള്ള ഒറ്റ പറച്ചിൽ മാത്രം, സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും. ദ ഡെലിറിയം ഈസ് ഓഫ് എ ലോ ടൈപ്പ്. ഇറ്റ് ഈസ് നോട്ട് ദ ഫ്ലാഷിംഗ് വൈൽഡ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ബെല്ലോണ ഓർ സ്ട്രമോണിയം. ഇറ്റ് ഈസ് ദ വെരി ഓപ്പോസിറ്റ്. ഹി ടോക്സ് ആൻഡ് വാണ്ടേഴ്സ് ആൻഡ് ഡസ് നോട്ട് സേ മച്ച് അൺലെസ് ഹീ ഈസ് ഡിസ്റ്റർബ്ഡ്. അപ്പോൾ ഡെലിറിയം ഉണ്ട് ബ്രയോണിയിലും, പക്ഷെ നമ്മൾ കരുതുന്ന പോലെ ബെൽഡോണയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ സ്ട്രമോണിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലൊരു വളരെ വയലൻ്റായിട്ടുള്ള ഡെലിറിയം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പേവിഷബാധയിലും മറ്റൊക്കെ ഉണ്ടാകുന്ന പോലുള്ള ഒരു ഡെലിറിയം. ബെൽഡോണയാണ് അതിൻ്റെ അറ്റം, സ്ട്രമോണിയത്തേക്കാളൊക്കെ കൂടുതൽ. അപ്പോൾ ബ്രയോണിയൽ ഡെലിവറി അങ്ങനെയല്ല, അനാവശ്യ സംസാരം ഉണ്ടാകും, ആൾക്ക് നടക്കാൻ ബുദ്ധിമുട്ട്, ചലനം പ്രയാസമുള്ളതുകൊണ്ട് ആ ഡെലിറിയം എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അവർക്ക്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഒരു ലോ ടൈപ്പ് ഡെലിറിയമാണ്. ഫ്ലാഷിംഗ് വൈൽഡ് എക്സൈറ്റ്മെൻറ്റ് ഇല്ല അതിൽ, അത് പറ്റില്ല ആരോഗ്യം. ഹി ടോക്സ് ആൻഡ് വാണ്ടേഴ്സ് ആൻഡ് ഡസ് എ മച്ച് അൺലെസ് ഹീസ് ഡിസ്റ്റർബ്ഡ്. അയാൾക്ക് ശല്യം ഉണ്ടായാൽ മാത്രമേ അധികം സംസാരിക്കുകയാണെങ്കിൽ നടക്കുകയും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ടിപ്പിക്കൽ ബ്രയോണി പേഷ്യൻ്റെ പോലെ ഉണ്ടായവിടെ കിടക്കും. സംസാരം തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ വീട്ടിൽ പോകണമെന്ന സംസാരം. യു ഡിസ്റ്റർബ് ഹിം ആൻഡ് ഹി സേസ് ഗോ അവേ ആൻഡ് ലെറ്റ് മീ ഗോ ഹോം. രോഗിയെ നിങ്ങൾ മനഃപൂർവ്വം ശല്യപ്പെടുത്തി അയാളുടെ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി ശല്യപ്പെടുത്തിയാൽ പറയുന്നതാണ് നിങ്ങൾ ദൂരെ പോ, എനിക്കെൻ്റെ വീട്ടിൽ പോകണം. അതാണ് ആ ഡെലിവറിയത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ. ആൻഡ് ഇഫ് യു ലെറ്റ് ഹിം അലോൺ ഹി വിൽ റിലാപ്സ് ഇൻ ടു എ പെർഫെക്റ്റ്ലി ക്വയറ്റ് സ്റ്റേറ്റ് ആൻഡ് സെൽഡം സ്പീക്ക്. അയാൾ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അയാൾ ആ ഡെലിവറിയും കാണിക്കുന്നില്ല, അയാൾ വെറുതെ അവിടെ കിടക്കും, അയാൾ റിലാപ്സ് ഉണ്ടായി പഴയ അവസ്ഥയിൽ ഒന്നും ഉണ്ടാതെ വെറുതെ കിടക്കും. ശല്യപ്പെടുത്തിയാൽ മാത്രമേ ഈ സംസാരമുള്ളൂ. ഈ സംസാരത്തെക്കുറിച്ചുള്ളൊരു കൊട്ടേഷനാണ്, ഒരു പ്രൂവറുടെ കൊട്ടേഷനാണ്. ഇറാഷണൽ ടാക്ക് ഓർ പ്രാറ്റിൽ ഓഫ് ഹിസ് ബിസിനസ് അഗ്രിവേറ്റഡ് ആഫ്റ്റർ 3 PM. ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. പ്രാറ്റിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഓരോ അസംബന്ധങ്ങൾ ഇങ്ങനെ നീട്ടി ഇങ്ങനെ പറയുക, ദീർഘമായിട്ട് പറയും, പക്ഷെ പറയുന്നത് ഒരു അർത്ഥമില്ലാത്ത അർത്ഥശൂന്യമായ അസംബന്ധമായ കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള സംസാരം ഇറാഷണൽ ടോക്ക് ഇതാണുള്ളത്. അത് ഒരു മോഡിഫിക്കേഷൻ ഉണ്ട് അതിന്. അഗ്രിവേറ്റഡ് ആഫ്റ്റർ 3 PM, ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ശേഷം ഈ അവസ്ഥ വർദ്ധിക്കുന്നു. യൂഷ്വലി യു വിൽ ഫൈൻഡ് ദ ഡെലിറിയം കമൻസിങ് അബൌട്ട് 9 PM ആൻഡ് കീപ്പിംഗ് അപ്പ് ഓൾ നൈറ്റ് ലൈക്ക് ദ ഫീവർ. അപ്പോൾ ഈ ഡെലിറിയത്തിൻ്റെ അവസ്ഥ രാത്രി 9 മണിക്ക്, പനി പോലെയാണത്, ഡെലിറിയം പനിക്ക് സമാനമാണ്. രാത്രി 9 മണിക്ക് ആരംഭിച്ച് രാത്രി മുഴുവൻ തുടർന്ന് നിൽക്കുന്നു. 9 മണി എന്നുള്ളതാണ് ബ്രയോണിയ ഫീവറിൻ്റെയും ഈ ഡെലിറിയത്തിൻ്റെയും ഒരു ടൈം ഓഫ് കമൻസ്മെൻറ്റ്. ഈ ഇറാഷണൽ ടോക്കിൻ്റെ കാര്യത്തിൽ വൈകുന്നേരം 3 മണിക്ക് ശേഷം. The acute mental state you will find manifesting its symptoms on rising in the morning, but as the febrile state advances and takes possession of him, the symptoms will take on 9 PM aggravation. Those who are chill will have it 9 PM. In those who have a fever, the fever will come at 9 PM. അപ്പോൾ ബ്രയോണിയുടെ അക്യൂട്ട് കണ്ടീഷനിൽ പനിയും മെൻ്റൽ കണ്ടീഷൻസും അത് രണ്ടിൻ്റെയും ടൈം ഓഫ് കമൻസ്മെൻറ്റിൽ വ്യത്യാസമുണ്ട്. ഫെബ്രുവരി കണ്ടീഷൻസ് പനിയും മറ്റുമൊക്കെ രാത്രി 9 മണിക്ക് തുടങ്ങി രാത്രി നിൽക്കുന്നു. പക്ഷേ മെൻ്റൽ കണ്ടീഷൻ്റെ അഗ്രവേഷൻ പ്രഭാതത്തിൽ ആരംഭിച്ച് വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സമയം പ്രധാനമാണ്. ഇറാഷണൽ ടോക്കിൻ്റെ കാര്യത്തിൽ ഉച്ചകഴിഞ്ഞ് 3 മണി, അക്യൂട്ട് മെൻ്റൽ കണ്ടീഷൻ്റെ കാര്യത്തിൽ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ, പനിയും മറ്റ് ഫെബ്രൽ കണ്ടീഷൻസും ഒക്കെ രാത്രി 9 മണിക്ക്, പനിയായാലും ചില്ലായാലും. If mental symptoms are uppermost, they increase and spread over the night. It has a 3 PM aggravation. അപ്പോൾ മെൻ്റൽ സിംറ്റമാണ് ഫിസിക്കൽ സിംറ്റംസിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ മെൻ്റൽ സിംറ്റം രാവിലെ തുടങ്ങുന്നു, 3 മണി കഴിഞ്ഞ് വർദ്ധിക്കുന്നു ഉച്ച കഴിഞ്ഞിട്ട്. നേരത്തെ പ്രാറ്റിലിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇറാഷണൽ ടോക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ 3 മണിക്ക്.
ഫിസിക്കൽ സിംറ്റംസ് ആണെങ്കിൽ രാത്രി 9 മണിക്ക്. അപ്പോൾ അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. മെൻ്റൽ സിംറ്റംസ് മേൽക്കൈയുള്ള സന്ദർഭങ്ങളിൽ രാവിലെ ഉണർന്നേക്കുമ്പോൾ തുടങ്ങിയിട്ട് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വർദ്ധിക്കുന്നു. പനി, കുളിർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ശരീരവേദന അങ്ങനെയുള്ള ഫിസിക്കൽ കാര്യങ്ങളാണെങ്കിൽ രാത്രി 9 മണിക്ക് തുടങ്ങി അതങ്ങോട്ട് രാത്രി നിലനിൽക്കും. ദ അഗ്രവേഷൻ ഓഫ് ദ കമോമില പേഷ്യൻസ് ഹു ആർ ഓൾസോ എക്സ്ട്രീംലി ഇറിറ്റബിൾ ഈസ് അറ്റ് 9 AM. ഇനി കമോമിലയുടെ കാര്യത്തിൽ ഇതേപോലെ വളരെ ഇറിറ്റബിൾ പേഷ്യൻ്റാണ് കമോമില. എല്ലാവർക്കും അറിയാവുന്നതാണ്. സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ്. വളരെയധികം എക്സ്ട്രീംലി ഇറിറ്റബിളാണ്. അതിൻ്റെ രാവിലെ 9 മണിക്കാണ് അതിൻ്റെ ഒരു ടൈം ഓഫ് കമൻസ്മെൻറ്റ്. സംടൈംസ് വി ഗോ ടു ദ ബെഡ് സൈഡ് ആൻഡ് ക്യാൻ ഹാർഡ്ലി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ബ്രയോണിയ ആൻഡ് കമോമില ബിക്കോസ് ദേ ആർ ബോത്ത് സോ സ്പങ്കി. ബട്ട് ദ കമോമില ബേബീസ് വേഴ്സ് അറ്റ് 9 AM ആൻഡ് ബ്രയോണിയ ബേബീസ് വേഴ്സ് അറ്റ് 9 PM. അപ്പോൾ ബ്രയോണിയയും കമോമിലയും ഏതാണ്ട് ഒരേ മാതിരിയാണ്. ഈ ബ്രയോണിയയും കമോമിലയും ഒരേപോലെ തോന്നാൻ കാരണം ബോത്ത് ആർ സോ സ്പങ്കി. സ്പങ്കി ചൈൽഡ് എന്ന് വെച്ചാൽ വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ചൈൽഡ്, വളരെ ധൈര്യമുള്ള കുട്ടി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കുട്ടിയാണ്. ഡിറ്റർമൈൻഡാണ്. രണ്ടും ഒരേപോലെയാണ്, കടുംപിടുത്തം കാണിക്കുക. അപ്പോൾ കമോമിലയും ബ്രയോണിയും എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യും? അതിനാണ് ഈ ടൈം ഓഫ് കമൻസ്മെൻറ്റ്. കമോമില കുട്ടിയാണെങ്കിൽ രാവിലെ 9 മണിക്ക് വല്ലാതെ വർദ്ധിക്കുന്നു. ബ്രയോണിയ കുട്ടിയാണെങ്കിൽ രാത്രി 9 മണിക്ക്. അങ്ങനെ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. കാഴ്ചയിലും പെരുമാറ്റത്തിലൊക്കെ ഒരേപോലെ തോന്നാമെങ്കിലും ഇൻ ബ്രയോണിയ ദർ ഇസ് എ കീനോട്ട് വിച്ച് റിയലി അപ്ലൈസ് ടു എ ഡസൺ ഓർ മോർ റെമഡീസ്. അപ്പോൾ ഇതൊരു അല്പം സർക്കാസ്റ്റിക്കായിട്ടാണ് കെൻഡിയോട് പറയുന്നത്. കീനോട്ടെന്ന് പറയുമ്പോൾ ആ ഒരു ഔഷധത്തിൻ്റെ വളരെ സ്പെസിഫിക്കാണത്. അതുതന്നെ അല്ലേ എന്ന് പറയുന്ന തരത്തിൽ, ഉൾപ്രേക്ഷ എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ ഇവിടെ ഒരു തമാശയായിട്ട് പറയുന്നത് മറ്റ് 1 ഡസൻ മരുന്നുകളിലെങ്കിലും അത് അതേപടി ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ കീനോട്ടെന്ന് പറയുന്നത് അതിലർത്ഥമില്ലല്ലോ. അപ്പോൾ കീനോട്ട് എന്നുള്ള കൺസെപ്റ്റിനെ, അതിലുള്ള അബദ്ധങ്ങളെ, അതിലുള്ള ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെ തെറ്റായ പ്രാക്ടീസിലേക്കും ചികിത്സയിലെ പരാജയത്തിലേക്കും നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ച് കെൻഡ് പലപ്പോഴും സന്ദർഭം കിട്ടുമ്പോഴൊക്കെ പറയാറുണ്ട്. അത് മറ്റു തരത്തിൽ പറയാം. ബ്രയോണിയ കീനോട്ടെന്ന് പറയും, പക്ഷെ അതേ കീനോട്ട് അതേപടി വേറെ 1 ഡസനധികം മരുന്നുകളുണ്ട്. എന്താണത്? ഹി വാണ്ട്സ് സംതിങ് ആൻഡ് ഹി നോസ് നോട്ട് വാട്ട്. അയാൾക്ക് എന്തോ വേണം, പക്ഷെ എന്താണെന്നറിയില്ല. എന്തൊക്കെയോ വേണം, ഒന്ന് കൊടുത്തു, അത് കളഞ്ഞൊരു കുട്ടിയിലാണെങ്കിൽ അത് പെട്ടെന്ന് കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യത്തിൽ ആ കണ്ടീഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനത്തെ ഒരു സൂചന കൊടുത്തുകൊണ്ട് ആ തരത്തിൽ ഡോക്ടർ ഷാണായി അന്വേഷിച്ചു. കുട്ടിയുടെ ബിഹേവിയറിനെ കുറിച്ചൊക്കെ സൂക്ഷ്മമായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വാശിയുണ്ട്. അപ്പോൾ ആ കുട്ടി വേണം, വേണ്ട. കഞ്ഞി വേണം, കൊടുക്കുമ്പോൾ വേണ്ട. മീൻ വേണമെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അത് വേണ്ട. അപ്പോൾ അങ്ങനെ ഓരോന്ന് ചോദിക്കുന്നു, ഓഫർ ചെയ്യുമ്പോൾ വേണ്ട. അപ്പം എന്ത് വേണമെന്നറിയില്ല. ഒരു തരം ഈ പറഞ്ഞ പോലെ കൺഫ്യൂസ് സ്റ്റേറ്റ്, ഒരു ലോ ടൈപ്പ് ഓഫ് ഡെലിറിയം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു വകഭേദമാണത്. ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സിംറ്റം ഓഫ് ബ്രയോണിയ. ബ്രയോണിയുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട സിംറ്റമാണ്. അപ്പോൾ നേരത്തെ കീനോട്ടെന്ന് പറയപ്പെടുന്നു, പക്ഷെ കീനോട്ട് എന്നല്ല ക്ലാസ്സിൽ പറയുന്നത്, വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളതും കീനോട്ടെന്ന് പറയുന്നതും രണ്ടും തന്നെയാണ്. ബ്രയോണിയുടെ വെരി ഇമ്പോർട്ടൻറ്റ് സിംറ്റമാണ്. ബട്ട് ഇറ്റ് കനോട്ട് ബി കോൾഡ് ആസ് keynote because it is present in many more remedies. This is a symptom that calls for bryonia only when the rest of the symptoms agree. മറ്റ് സിംറ്റംസ്, ബ്രയോണിയുടെ മറ്റ് ലക്ഷണങ്ങൾ, ജനറൽ കണ്ടീഷൻസ് യോജിച്ചു വന്നാൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. കാരണം ഈ സിംറ്റം മറ്റു പലതിലുണ്ട്, മറ്റു പലതും ആകാം. ഇതിൻ്റെ കീനോട്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യു വിൽ ഫെയിൽ, പേഷ്യൻ്റ് വിൽ നോട്ട് ഗെറ്റ് എ ഹീലിംഗ്. മറ്റ് ബ്രയോണിയുടെ മറ്റ് കണ്ടീഷൻസുമായിട്ട് ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഈ ഒരു സിംറ്റത്തിന് പ്രസക്തി വരുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് എ കീനോട്ട്, ബട്ട് ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സിംറ്റം. യു വിൽ ഗോ ടു എ ചൈൽഡ് ഹു ഈസ് ബീങ് ക്യാരിഡ് ഇൻ ദ ആംസ് ഓഫ് ദ നേഴ്സ് ആൻഡ് വാണ്ട്സ് വൺ ടോയ് ആഫ്റ്റർ അനദർ. ഒരു കളിപ്പാട്ടം വേണം, അത് വേണ്ട വേറെ. കുട്ടികൾ പൊതുവെ കാണുന്നതാണത്. യു ഗെറ്റ് ദ ടോയ് ഹി വാണ്ട്സ് ആൻഡ് ഹി ഡസ് നോട്ട് വാണ്ട് ഇറ്റ് ആൻഡ് വിൽ ത്രോ ഇറ്റ് ബാക്ക് അറ്റ് യു. ഒരു കളിപ്പാട്ടം കൊടുത്തു, അത് വേണ്ട വലിച്ചെറിഞ്ഞു. മറ്റൊന്ന് കൊടുത്തു, വേണ്ട വലിച്ചെറിഞ്ഞു. ഈ ഒരു കണ്ടീഷൻ
പലതും വരാം. അപ്പോൾ ഇങ്ങനെ ഈ മുൻധാരണ, നമ്മളൊരു പ്രജഡീസ് എന്ന് പറയുന്നത് ഹോമിയോപ്പതി പ്രാക്ടീസിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളൊന്നാണ്, മുൻവിധി. എനിക്കുണ്ടായ ചെറിയൊരു അനുഭവം പറയാം. എൻ്റെ ബന്ധത്തിൽപ്പെട്ടൊരു കുട്ടി, 4-5 വയസ്സുള്ള കുട്ടി, മറ്റു സ്ഥലത്തേക്കുള്ള യാത്രയിൽ എൻ്റെ വീട്ടിൽ വന്നു. ആ കുട്ടിക്ക് 2 ദിവസം മുമ്പ് ശക്തമായിട്ടുള്ള ചെവി വേദന ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലൊരു ഹോമിയോപ്പാത്തിൻ്റെ കണ്ട് മരുന്ന് വാങ്ങി കൊടുത്തു. അപ്പോൾ യാത്രയിൽ ഈ കുട്ടി ഏതായാലും കൊണ്ടുപോകണം. അപ്പോൾ ഈ ചെവി വേദന വന്നാൽ കൊടുക്കാൻ വേണ്ടി കുറച്ച് ഡോസ് മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഡോക്ടറെ എനിക്കറിയാം. ഇവിടെ വന്ന് പിറ്റേ ദിവസം രാവിലെ പുറപ്പെടാൻ, തലേന്ന് രാത്രി വന്നു, രാവിലെ പുറപ്പെടാനിരുന്ന് കഴിഞ്ഞപ്പോഴും കുട്ടിക്ക് ഭയങ്കര ചെവി വേദനയാണ്. ചെവി വേദനിച്ച് കുട്ടി ഇങ്ങനെ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് കുട്ടിയുടെ മുത്തച്ഛൻ്റെ മടിയിൽ കിടക്കുകയാണ്. അപ്പോൾ കുട്ടിയുടെ പ്രകൃതം എനിക്കറിയാം. ഈ പറഞ്ഞ പോലെ വല്ലാത്ത വികൃതി കുട്ടിയാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, ഡിറ്റർമൈൻഡ് സ്പങ്കി ചൈൽഡ് എന്ന് പറയുന്നത്, ഇതൊരു സ്പങ്കി ചൈൽഡാണത്. അപ്പോൾ ഈ കുട്ടിയുടെ മുൻപുള്ള ചികിത്സാനുഭവങ്ങൾ വെച്ചുകൊണ്ട് മിക്കവാറും കമോമില്ല ആയിരിക്കും കൊടുത്തു വിട്ടുണ്ടാവുക. പക്ഷെ അത് കൊടുത്തിട്ട് ഫലമില്ല. ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ, ഞാൻ എൻ്റെ ഒരു തിയറട്ടിക്കൽ നോളജ് വെച്ചുകൊണ്ട് മുൻപ് എന്തുണ്ടായിരുന്നു എന്നുള്ളത് പരിഗണിക്കേണ്ടതാണ്. പക്ഷേ അപ്പോൾ കുട്ടി കാണിക്കുന്ന സിംറ്റം, പേഷ്യൻ്റ് അപ്പോൾ കാണിക്കുന്ന സിംറ്റം, വിശേഷിച്ച് അക്യൂട്ട് കണ്ടീഷനിൽ അപ്പോൾ എന്ത് സിംറ്റംസ് കാണിക്കുന്നു അത് വെച്ചാണ് ഔഷധം കൊടുക്കേണ്ടത്. അപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചുകൊണ്ട് കുട്ടി വളരെ മൈൽഡാണ്, കുട്ടികളെ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. കമോമിലുള്ളതായുള്ളൊരു അഗ്രസീവ്നെസ് തീരെ ഇല്ല, ഒരു പൾസാറ്റിലൊരു സ്വഭാവം. എൻ്റെ ഈ പൾസാറ്റിലുണ്ട്. ഞാൻ ഒരു ദിവസം പൾസാറ്റിൽ കൊടുത്തു. കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാൻ പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുട്ടി ആ മുത്തച്ഛനെ മടി കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഒരു ഡോസ് കൂടി പൾസാറ്റിൽ കൊടുത്തിട്ട് യാത്ര പോകുമ്പോൾ വീണ്ടും വരികയാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്തേക്കെന്ന് പറഞ്ഞ് കൊടുത്തുവിടുകയും ചെയ്തു. അവർ യാത്ര കഴിഞ്ഞ് 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോയി. കുട്ടിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ചില കീനോട്ടുകൾ വെച്ചുകൊണ്ടോ ചില മുൻധാരണകൾ, പ്രജഡീസസ് വെച്ചുകൊണ്ടോ ഉള്ള ട്രീറ്റ്മെൻറ്റ് പരാജയത്തിലേക്ക് പോകും. ഇത് വളരെ ചെറിയ കാര്യമാണ്, മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് സിംറ്റം എന്നുള്ളതും കീനോട്ട് എന്നുള്ളതും തമ്മിൽ നിങ്ങൾ കൃത്യമായിട്ട് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കണം. ടോട്ടാലിറ്റിയോട് ചേർന്നുകൊണ്ട് മാത്രമേ ഏത് സിംറ്റത്തിനും പ്രസക്തിയുള്ളൂ. വളരെ ചുരുക്കം ചില ഔഷധങ്ങൾ മാത്രമേ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. മറ്റൊരു സിംറ്റംസ് ഒന്നും ഇല്ലായെങ്കിൽ ഒറ്റ സിംറ്റം വെച്ച് മാത്രം നമുക്ക് കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ചില അപവാദങ്ങളാണ്. ഹോമിയോപ്പതി മെഡിക്കൽ ഹോമിയോപ്പതി പ്രാക്ടീസിലെ ചില റയർ എക്സെപ്ഷൻസ് ആണത്. അല്ലാത്ത എല്ലാ സന്ദർഭങ്ങളിലും സമഗ്രതയോട് ചേർന്ന് നിന്ന് മാത്രമേ ഏത് ലക്ഷണത്തിനും നിലനിൽപ്പുള്ളൂ. അല്ലാത്തുള്ള രീതികൾ നമ്മളെ പരാജയത്തിലേക്ക് നയിക്കും. When that case is looked into thoroughly, it may be covered by creosote. അപ്പോൾ ഇന്ന് വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ക്രിയോസോട്ട് ആകാം. Another is never satisfied with anything and rejects everything he asks for. You look into that case and it may be covered by chamomilla. അപ്പോൾ ഈ ഒരു അവസ്ഥ, ഒന്ന് കൊടുത്തു, ഒരു കളിപ്പാട്ടം കൊടുത്തു, അല്ലെങ്കിൽ ഭക്ഷണ സാധനം കൊടുത്തു, അത് വേണ്ട വലിച്ചെറിഞ്ഞു, അടുത്ത വേണമെന്ന് പറഞ്ഞു. ഇത് ബ്രയോണിയലുണ്ട്, അതേസമയം ക്രിയോസോട്ടിലുണ്ട്, കമോമില്ലിലുണ്ട്, മറ്റു പലതിലുണ്ട്. അപ്പോൾ അതിന് ബ്രയോണിയുടെ ഒരു കീനോട്ടായിട്ട് അതിനെ ഒതുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന് ചുരുക്കം. ഡിസയർ ഫോർ തിങ്സ് ദാറ്റ് കനോട്ട് ബി ഹാഡ് വിച്ച് ആർ റെഫ്യൂസ്ഡ് ഓർ നോട്ട് വാണ്ടഡ് വെൻ ഓഫേർഡ്. അപ്പോൾ തിന്നാൻ പാടില്ലാത്ത ഭക്ഷണം വേണം, കയ്യിലെടുക്കാൻ പാടില്ലാത്ത സാധനം എടുക്കണം. ഇപ്പോൾ ചൂടുള്ള വസ്തുവോ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്ന് കുട്ടി വാശി പിടിക്കുന്നു. പക്ഷെ അത് വേണമെന്ന വാശി, അത് കൊടുക്കാമെന്ന് വെച്ചാലോ അത് വേണ്ട. അതൊരു പ്രോവർ കോട്ട് ചെയ്തിരിക്കുക. അപ്രഹെൻസീവ്നെസ്, ഫിയർഫുൾനെസ്, അതും കൊട്ടേഷനാണ്. അല്ലാത്ത ഭയം, ഭീതി. ഇനി വീണ്ടും ഒരു പ്രോവർ കോട്ട് ചെയ്തിരിക്കുകയാണ്. ആങ്സൈറ്റി ഇൻ വോൾ ബോഡി കമ്പൽഡ് ഹിം ടു ഡു സംതിങ് കോൺസ്റ്റൻ്റ്ലി. ശരീരം മുഴുവൻ ഒരു ആങ്സൈറ്റി ഫീൽ ചെയ്യുന്നു, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാനുള്ളൊരു കമ്പൽഷൻ. ബോഡിയിൽ ഫീൽ ചെയ്യുന്ന ഉത്കണ്ഠ, ശരീരത്തിൽ അനുഭവിക്കുന്ന ഉത്കണ്ഠ, ആ ഉത്കണ്ഠയെ മറികടക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അർത്ഥപൂർണമായ കാര്യമോ ഫലപ്രദമായ കാര്യമോ ചെയ്യേണ്ട കാര്യങ്ങളാണെന്നില്ല. ഒരു സൈക്കോളജിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വല്ലാതെ ഉത്കണ്ഠ അനുഭവിക്കുന്നവർ, ഉത്കണ്ഠയെ മറികടക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ അവരെ പരാജയത്തേക്ക് നയിക്കും,
നഷ്ടങ്ങളിലേക്ക് നയിക്കും, പക്ഷേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ബ്രയോണിയിൽ അങ്ങനെയൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അത് ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരു ഉത്കണ്ഠയുടെ ഒരു മാനിഫെസ്റ്റേഷനാണ്. ദർ ഇസ് എ ഫീച്ചർ വർത്തി ഓഫ് കൺസിഡറേഷൻ ബിക്കോസ് ഇറ്റ് സംടൈംസ് മേക്ക് എ കേസ് അപ്പിയർ ഇൻകൺസിസ്റ്റൻറ്റ്. ഒരു കേസ് ഒരു സുസ്ഥിരതയില്ല എന്ന് തോന്നിക്കുന്ന ഒരു ലക്ഷണമാണത്. സുസ്ഥിരതയില്ലാത്തൊരു കേസെന്ന് തോന്നാം, പക്ഷേ അത് പരിഗണിക്കേണ്ട ഒരു ലക്ഷണമാണ്. അത് ഇത്തരം ചില അവസരങ്ങളിൽ ബ്രയോണിയയിൽ ഒക്കെ അത് കാണാം. അപ്പോൾ ഇൻകൺസിസ്റ്റൻ്റ് തോന്നിയാലും അതിൻ്റെ പിന്നിലുള്ള കാരണം ഇതാണ്. അത് ബ്രയോണിയ കൊണ്ട് അതിനെ കവർ ചെയ്യാൻ പറ്റിയേക്കും. ഇറ്റ് ഈസ് ഡ്യൂ ടു ഹിസ് ആങ്സൈറ്റി ദാറ്റ് പെർവേഴ്സ് ദ ഹോൾ ബോഡി. ശരീരത്തെ മൊത്തം കീഴടക്കിയിരിക്കുന്ന ആങ്സൈറ്റി, ശരീരത്തെ ഉത്കണ്ഠ കീഴടക്കുക, ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് ഇൻ ബ്രയോണിയ ആസ് എൻ ആഴ്സനിക് there comes an anxious and uneasy feeling which compels him to move, but he is worse from motion. അപ്പോൾ ഇനി മറ്റൊരു കമ്പാരിസൺ ബ്രയോണിയയിലും ആഴ്സനിക്കിലും. ആഴ്സനിക്ക് നമ്മൾ നേരത്തെ കണ്ടാണ്, ആങ്സൈറ്റി വളരെയധികം ഉണ്ട്, അത് ബ്രയോണിയയിലുണ്ട്. അതുകൊണ്ട് ചലിക്കാനുള്ളൊരു പ്രേരണ, എന്തെങ്കിലും ചെയ്യാൻ, അനങ്ങാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ, നിന്നിടത്ത് സ്ഥിരമായി നിൽക്കാതിരിക്കാനൊക്കെ ഉള്ളൊരു പ്രേരണ വരും. ആഴ്സനിക്കിൽ എങ്ങനെയാണ്, അങ്ങനെ അനക്കമുണ്ട്, പക്ഷേ കുറേ കഴിയുമ്പോഴേക്കും പ്രൊസ്ട്രേഷനിലേക്ക് പോകും, തീരെ വയ്യാത്ത അവസ്ഥയ്ക്ക്. പക്ഷേ ബ്രയോണിയിൽ അങ്ങനെയല്ല, അനങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അനക്കമായൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് അനങ്ങാൻ ബുദ്ധിമുട്ടാണ്, അനങ്ങുകയില്ല, അല്ലെങ്കിൽ ചെറിയ ചെറിയ അനക്കങ്ങളിൽ അത് ഒതുങ്ങിപ്പോവും. യെറ്റ് സോ അൺഈസി ആൻഡ് ആങ്ഷ്യസ് ദാറ്റ് ഹി മസ്റ്റ് മൂവ്. മൂവ്മെൻറ്റ് വലിയ പ്രശ്നമാണെന്ന് കണ്ടു, എങ്കിലും അനങ്ങിയേ പറ്റൂ, ചലിച്ചേ പറ്റൂ, അത്രയ്ക്കുണ്ട് അയാളുടെ ശരീരത്തിൽ അയാൾ അനുഭവിക്കുന്ന ആങ്സൈറ്റി. അപ്പോൾ അത് ആഴ്സനിക്കിൻ്റെ ആങ്സൈറ്റിയുമായിട്ട് കൺഫ്യൂസ്ഡ് ആകാം. ദർ ആർ പെയിൻസ് സോ വയലന്റ് ദാറ്റ് ഹി കനോട്ട് കീപ് സ്റ്റിൽ ആൻഡ് യെറ്റ് വെൻ ഹി മൂവ്സ് ഹി സ്ക്രീച്ചസ് ഫ്രം ദ പെയിൻ. വല്ലാതെ വേദനയുണ്ട്, ഒന്ന് തിരിഞ്ഞു കിടന്നാൽ വേദന മാറും തോന്നുന്നുണ്ടാവല്ലോ. ഇടതുവശം ചേർന്ന് കിടക്കുമ്പോൾ വല്ലാത്ത വേദന, ഒന്ന് നിവർന്ന് കിടന്നാൽ മാറും, അല്ലെ വലതുവശം തിരിഞ്ഞു കിടന്നാൽ മാറുമെന്ന് തോന്നും, പക്ഷേ അത് നടക്കില്ല. ഈ സ്ക്രീച്ചസ് എന്ന് പറയുന്നൊരു വല്ലാത്ത കരച്ചിലാണ്, സാധാരണ കരച്ചിലില്ല. വല്ലാതെ വേദനിച്ചിട്ട് ഇപ്പോൾ തല്ലുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ നായയോ മറ്റേതെങ്കിലും പശുവോ ഒക്കെ കരയില്ല, ഒരു വല്ലാത്തൊരു കരച്ചിൽ, അതാണ് സ്ക്രീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് വേദന അനുഭവിച്ചിട്ടാണ്, അപ്രതീക്ഷിതമായ വേദന ഒന്ന് അനങ്ങുമ്പോഴേക്കും, പക്ഷെ അനങ്ങിയേ പറ്റൂ എന്നുള്ള അവസ്ഥ. സോ ഇറ്റ് ഈസ് റിയലി നോട്ട് ആൻ ഇൻകൺസിസ്റ്റൻസി ബട്ട് സിംപ്ലി ഡ്യൂ ടു ദ ഗ്രേറ്റ് വയലൻസ് ഓഫ് ദ പെയിൻ. അപ്പോൾ ഇതിനൊരു ഇൻകൺസിസ്റ്റൻസി ആയിട്ട് കണക്കാക്കരുത്, അയാളുടെ വേദനയുടെ ആധിക്യം കൊണ്ട്, വല്ലാത്ത വർധന കൊണ്ട് പേഷ്യൻ്റ് പറയുന്നതാണത്. ഈവൻ ദോ ഹി നോസ് ദാറ്റ് ദ മോഷൻ ഈസ് ഗോയിങ് ടു മേക്ക് ഹിം വേഴ്സ്, ഹി കനോട്ട് കീപ് സ്റ്റിൽ. അനങ്ങിയാൽ വേദന വരും, വേദന വർദ്ധിക്കുമെന്ന് അയാൾക്ക് അറിയാം, എങ്കിലും അനങ്ങാതിരിക്കാൻ പറ്റില്ല. ഫോർ ദ പെയിൻ ഈസ് സോ വയലൻസ്. അതിൻ്റെ കാരണം എന്താ? വേദന അത്രയ്ക്ക് വയലൻ്റാണ്. വേദനയുടെ വയലൻസ് കാരണം ഒന്ന് അനങ്ങിക്കിടക്കാനോ ഒന്ന് അനങ്ങാനോ ഒക്കെ തോന്നും, അതുകൊണ്ട് റിലീഫ് ഉണ്ടാകും എന്നുള്ളൊരു തോന്നലുണ്ട്, പക്ഷേ അത് സാധിക്കില്ല. വേദന കൊണ്ട് കരഞ്ഞു പോകും. അതറിയാമെങ്കിൽ പോലും അനങ്ങണം. അതാണ് ശരീരത്തിൽ അനുഭവിക്കുന്ന ആങ്സൈറ്റി എന്ന് പറയുന്നത്. ആങ്സൈറ്റി നമ്മൾ ഉത്കണ്ഠ മനസ്സിൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ അത് ശരീരത്തിൽ അനുഭവിക്കുന്നു. അതാണ് ബ്രയോണിയ പേഷ്യൻറ്റിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന അവസ്ഥ. ഇത്ര മനോഹരമായിട്ടാണ് ഒരു പേഷ്യൻറ്റിനെ കെൻ്റ് അവതരിപ്പിക്കുന്നത് നോക്കുക. കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാവും. ഇതൊക്കെ ശ്രദ്ധിച്ച് വായിക്കുകയോ കേട്ടോ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. വളരെ ചുരുക്കം ചില ചോദ്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കമോമില്ലയാണോ ബ്രയോണിയാണോ, ആർസനിക്കാണോ ബ്രയോണിയാണോ, ബെൽഡോണയാണോ ബ്രയോണിയാണോ, ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻഡിവിജ്വലൈസ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ ഈ വിഷയം വളരെ ഭംഗിയായിട്ട് പഠിക്കാനും ഭംഗിയായിട്ട് പ്രയോഗിക്കാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണത്. ശരിയായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഈ വീഡിയോസ് ഇനിയും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഇനിയും പരിചയിച്ചിട്ടില്ലാത്തവരെ പരിചയിപ്പിക്കുക, നിങ്ങൾക്ക് പരിചയമുള്ള ഗ്രൂപ്പുകളിൽ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ കൂടുതൽ പേരിലേക്ക് ഈ മഹത്തായ അറിവ് എത്തിച്ചേരുവാൻ ഇടയാക്കുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബ്രയോണിയെക്കുറിച്ചുള്ള വിലപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.